ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും മനോഹരമായ ഒരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വർണ്ണ വെള്ളിയാഴ്ചയാണ്. പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന ആദ്യത്തെ വെള്ളി. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വചനം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട്: ഒരു ദിവസം പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി 9-ാം മണി സമയത്ത് പ്രാർത്ഥിക്കുവാനായി പോകുമ്പോൾ ജന്മന മുടന്തനായ ഒരു മനുഷ്യനെ സുന്ദരമെന്ന ഗോപുരത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. ഈ മനുഷ്യൻ പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷ യാചിക്കുന്നുണ്ട്. അവർ പറഞ്ഞൊരു വാക്ക്, എങ്കിൽ പത്രോസും യോഹന്നാനും പറയുന്നൊരു വാക്ക്: സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് നൽകുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈപിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടനെ അവൻ്റെ കാല് ശരിയായി. അദ്ദേഹം തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് വചനം പറയുക. ഈ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യമുള്ള, ദൈവത്തെ വഹിക്കുന്നവരായി നമുക്ക് മാറാം. പരിശുദ്ധാത്മ നിറവിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിനെ വഹിച്ചവരായി പത്രോസും യോഹന്നാനും ജന്മന മുടന്തനായ മനുഷ്യനെ തൊട്ടപ്പോൾ അവൻ്റെ അസ്വസ്ഥതകൾ, അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറി അദ്ദേഹത്തിന് നടക്കുവാൻ തക്കവണ്ണം ദൈവം ആ വ്യക്തിയിലൂടെ പ്രവർത്തിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി, ക്രിസ്തുവിനെ വഹിക്കുന്നവരായി, ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി തീരുവാൻ നമുക്കിടയാകട്ടെ. ക്രിസ്തുവുമായി ഒരു വ്യക്തിബന്ധം നമുക്ക് കാത്തുസൂക്ഷിക്കാം. നാമമാത്ര ക്രിസ്ത്യാനികളായ അല്ല, നേരെ മറിച്ച് ക്രിസ്തുവിനെ വഹിക്കുന്ന, ക്രിസ്തുവുമായി വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികളായി തീരുവാൻ ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.